ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കിടക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തും, ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നൊരു സർവേ ഫലം വന്നിട്ടുണ്ടല്ലോ. പ്രിയ, അത് വെറുതെ ഒരു സർവേ ഫലം എന്ന് പറയരുത്. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ സർവേ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമം സീ വോട്ടർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായത്തോടെ രാജ്യത്തെമ്പാടും ആയിരക്കണക്കിന് ആളുകളെ കണ്ട് സംസാരിച്ച് അവരുടെ അഭിപ്രായമെടുത്ത് ആധുനിക സാങ്കേതിക വിദ്യയോടെ അതിൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചെടുക്കുന്ന സർവേയാണ്. ഇത് എല്ലാ മാസവും ജനുവരിയിലും ഓഗസ്റ്റിലും നടക്കും. ഇന്ത്യ ടുഡേയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ടുഡേ ബി.ജെ.പിക്കോ നരേന്ദ്രമോദിക്കോ അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു മാധ്യമമല്ല. ഇന്ത്യ ടുഡേയുടെ ഇതപര്യന്തമുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി എടുത്തിരിക്കുന്ന സർവേയിൽ പറയുന്നു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നാൽ അല്ലെങ്കിൽ ഈ മാസം നടന്നാൽ നരേന്ദ്രമോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്ന് മാത്രമല്ല 287 സീറ്റുകൾ, 272 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, 287 സീറ്റുകൾ ബി.ജെ.പിക്ക് തനിച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം. അങ്ങനെ വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 293 സീറ്റുകളാണ് NDAക്ക് ആകെ ഉള്ളത്. ബി.ജെ.പിക്ക് 240 സീറ്റുകളുണ്ട്. കേവല ഭൂരിപക്ഷമില്ല. രണ്ട് സഖ്യകക്ഷികളുടെ പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ബി.ജെ.പി അധികാരം നിലനിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA മുന്നണിക്ക് 352 NDA മുന്നണിക്ക് 352 സീറ്റുകൾ കിട്ടും എന്നാണ് ഈ കണക്ക് പറയുന്നത്. ബി.ജെ.പിക്ക് മാത്രം 287 സീറ്റ്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നാണ് ഈ സർവേ പറയുന്നത്. നോക്കൂ, ഈ സർവേ വന്നിട്ട് ഇന്നലെ വന്ന സർവേയാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങളിൽ ഇത് വാർത്തയാണ്. കേരളത്തിൽ ആരും കൊടുത്തിട്ടില്ല. അതേസമയം നേരെ തിരിച്ച് ഈ സർവേ പറയുകയാണ് വലിയ മുന്നേറ്റം രാഹുൽ ഗാന്ധിക്കുണ്ടാവും, ഇന്ത്യ മുന്നണിക്കുണ്ടാവും, ബി.ജെ.പിയുടെ സാധ്യതകൾ മങ്ങുന്നു എന്നൊക്കെ ആണെങ്കിൽ ഇന്നെല്ലാ പത്രങ്ങളിലും ഒന്നാം പുറം വാർത്തയാണ്. ഇന്നലെ മുതൽ ചാനലുകളിൽ ചർച്ച ചെയ്യാറ് നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിയുന്നു, NDA സർക്കാരിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു, രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ബി.ജെ.പിക്കെതിരാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുമായിരുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഒരു സംഭവം ഉണ്ടായി. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്, നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി പ്രതിദിനം എന്നല്ല പ്രതിനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളത് മറച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് കോൺഗ്രസിൻ്റെ സ്ഥിതി നോക്കാം. ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ 234 സീറ്റുകളുണ്ട്. അത് 182 കുറയും എന്നാണ് ഈ സർവേ പറയുന്നത്. അതുപോലെ കോൺഗ്രസിന് 99 സീറ്റുകളുണ്ട്. അത് 80 കുറയും എന്നാണ് പറയുന്നത്. 19 സീറ്റുകൾ നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിവരമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പി മുന്നണിക്ക് അല്ലെങ്കിൽ NDAക്ക് വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനം ഉത്തർപ്രദേശായിരുന്നു. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബി.ജെ.പി തൂത്തുവാരുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്, ഈ സർവേ പറയുന്നത്. മാത്രമല്ല ഉത്തർപ്രദേശിൽ 52% വോട്ട് ഷെയറിലേക്ക് ബി.ജെ.പി കുതിച്ചുയരും. കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി, അഖിലേഷിൻ്റെ പാർട്ടി, കോൺഗ്രസ് ഇല്ലല്ലോ അവിടെ, അഖിലേഷിൻ്റെ പാർട്ടി ഉൾപ്പെടുന്ന അതിൻ്റെ കൂടെയുള്ള ഇന്ത്യ മുന്നണിക്ക് വെറും സമാജ്വാദി SP മുന്നണിക്ക് വെറും 36% വോട്ടുകളെ കിട്ടുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത്. അപ്പോൾ രാജ്യത്ത് വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവുന്നു. അതായത് 10 വർഷം ഭരിച്ച് 11 വർഷം പൂർത്തിയാക്കുമ്പോഴും ഒരു സർക്കാരിനെതിരെ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഇല്ല എന്ന് മാത്രമല്ല, സർക്കാരിനെ കൂടുതൽ അംഗീകരിക്കുകയും സർക്കാരിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഈ സർവേ ഫലം കാണിക്കുന്നത്. അത് നമ്മൾ നോക്കൂ, രാജ്യത്തിനകത്തും പുറത്തും മോദി സർക്കാരിനെ ഉപദ്രവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മൾ വലിയ ഐതിഹാസികമായ വിജയം നേടിയിട്ടും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രാജ്യത്തെമ്പാടും ഇന്ത്യക്ക് പുറത്തും പോയും ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ട്രംപ് ആവട്ടെ വലിയ തോതിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് താരിഫ് വാർ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ കൂസാതെ നിൽക്കുന്നു. ട്രംപിൻ്റെ വിശ്വസ്തൻ എന്താ പറഞ്ഞത്? ട്രേഡ് സെക്രട്ടറി എന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കരാർ ഒപ്പിടാൻ, ഇന്ത്യയുമായിട്ടുള്ള ഡീൽ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ 3 വെള്ളിയാഴ്ച കാത്തിരുന്നു. മോദി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കരാർ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മോദി വിളിച്ചില്ല. ട്രംപ് തന്നെ പറഞ്ഞു, ഞാൻ 3 തവണ നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങാതെ ചങ്കുറപ്പോടെ ശിരസുയർത്തി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്ക ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായിരിക്കുമ്പോൾ യൂറോപ്പുമായി വലിയ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടുകൊണ്ട് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെ നേരിടാനുള്ള സർവസജ്ജമായ നിലയിലേക്ക് ഭാരതം മാറിയിരിക്കുന്നു. ഭാരതം അതിവേഗം വികസിക്കുന്ന, അതിവേഗം വളരുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 11ാം വർഷം
മാത്രം ഇന്ത്യ എടുത്തിട്ടുള്ള ധീരമായ നിലപാടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 വർഷവും ഇങ്ങനെയുള്ള സ്റ്റേച്ചറിലേക്ക് മാറാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡോളറിൻ്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക ഡോളറിൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ, അതാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം. എന്താണ്? അമേരിക്കയുടെ കറൻസിയായ ഡോളർ ആയിരിക്കണം ലോകത്തെ സുപ്രീം എന്ന് സ്ഥാപിക്കാനുള്ള ഒരു യുദ്ധമാണ് അമേരിക്ക നടത്തുന്നത്. അതിനുവേണ്ടി അമേരിക്കയുമായി തെറ്റേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ ഹോംവർക്ക് ചെയ്ത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിട്ടും അതിനെ അതിജീവിച്ച് പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ രാജ്യവ്യാപകമായി ഇതിൻ്റെ ഒരു തരംഗമുണ്ടാകുന്നു. ഈ തരംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, ചെറുപ്പക്കാർ രേഖപ്പെടുന്നു. ചെറുപ്പക്കാർക്കിടയിൽ മൂഡ് ഓഫ് ദ നേഷൻ സർവേ നടത്തി. ഏതാണ്ട് 57 മുതൽ 67% ആളുകൾ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇനിയും നരേന്ദ്രമോദി വേണമെന്നാണ്. ഇവിടെ ഭാവിയിലെ രാജകുമാരനായ പ്രധാനമന്ത്രിയായ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കൊള്ളാമെന്ന് കഷ്ടിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ളവരാണ് മഹാഭൂരിപക്ഷവും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെടുന്നത് വെറും 27%, ഏതാണ്ട് 57-നും 67-നും ഇടയ്ക്കുള്ള ആളുകളാണ് നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് മഹാഭൂരിപക്ഷവും ജൻസിയാണ്. അപ്പോൾ ജൻസിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ജൻസി നിങ്ങൾ കാണുന്നില്ലേ, നേപ്പാൾ കാണുന്നില്ലേ, ബംഗാൾ കാണുന്നില്ല, ബംഗ്ലാദേശ് കാണുന്നില്ലേ, നിങ്ങൾ അതുപോലെ എന്താ ഇറങ്ങാത്തെന്ന് ചോദിക്കുമ്പോൾ ജൻസി പറയാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി. ബീഹാർ കണ്ടില്ലേ, ഹരിയാന കണ്ടില്ലേ എന്ന് ചോദിച്ചു രാഹുൽ ഗാന്ധി. അതെ, വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാജ്യം മൊത്തം പാടി നടന്നു. എക്സാക്ട്ലി, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ നടത്തി, വോട്ട് കൊള്ള, ഹൈഡ്രജൻ ബോംബ്, അതിനപ്പുറത്തെ ബോംബ് എന്നൊക്കെ പറഞ്ഞ് അപഹാസ്യനായ രാഹുൽ ഗാന്ധിയുടെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ വ്യാജ പ്രചാരണം നടത്തിയിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സർവേയുടെ ഫലങ്ങൾ പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങൾ നോക്കും, കേരളത്തിൽ പ്രത്യേകിച്ചും. കാരണം കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തെക്കുറിച്ച് വലിയ ചില കാര്യങ്ങൾ ഈ സർവേ പറയുന്നത്, അത് നമുക്കൊരു വേറൊരു എപ്പിസോഡായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് പറയാം. കേരളത്തെക്കുറിച്ച് എന്താണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ പോലും നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വലിയ ഒരു വിഭാഗം ആളുകൾ മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ 2020 എടുക്കുക, സാബു ജേക്കബിനെ പോലെയുള്ള അരാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി വരുന്ന ഒരു വ്യവസായി, അവർക്കും മനസ്സിലാവുന്നു എന്താണ് BJP ആണ് ശരിയായ വഴിയെന്ന്. എന്തിന് കഴിഞ്ഞ എത്രയോ കാലമായി 10-30 വർഷമായി BJPക്കെതിരെ വർത്തമാനം പറഞ്ഞ് CPMന് വേണ്ടി വർത്തമാനം പറഞ്ഞിരുന്ന റജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ വികസനം രാജ്യത്തിന് ഉണ്ടാക്കുന്ന മാറ്റം കണ്ട് BJPക്കൊപ്പം നിൽക്കുന്നു. എസ് രാജേന്ദ്രൻ CPMൻ്റെ, പിന്നെ വേണമെങ്കിൽ പറയാം എസ് രാജേന്ദ്രനെതിരെ പാർട്ടി നടപടി എടുത്തതിൻ്റെ പേരിലൊക്കെയാണ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതങ്ങനെയല്ലോ. സാബു ജേക്കബിൻ്റെയും റജി ലൂക്കോസിൻ്റെയും രണ്ടുപേരും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ രണ്ടുപേരുടെയും വരവ്, അവർ രണ്ടുപേരും പറയുന്നത് രാജ്യം വികസിക്കാൻ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ അനിവാര്യമാണ്, അതിനൊപ്പം നിൽക്കാതെ തരമില്ല എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പം നമ്മൾ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങളേ ആവുന്നുള്ളൂ. ഈ 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സൈന്യത്തിൻ്റെ കരുത്ത് വിളിച്ചറിയിച്ചു. ഇപ്പോൾ ഡ്രോണുകളെ തകർക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള ലേസർ എയിംഡായിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ചു. നമ്മുടെ ഏറ്റവും ആധുനികമായ അഗ്നിയുടെ 5ാമത്തെ അഗ്നി 5 വരെ നമ്മൾ പോകുന്നു. റഷ്യയുമായി ചേർന്നിട്ട് നമ്മൾ സൂപ്പർ ജെറ്റ് വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള, യാത്രാ വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുന്നു. അങ്ങനെ സമഗ്ര മേഖലയിലും കുതിപ്പ്, വികസനം, മുന്നേറ്റം മാത്രമുണ്ടാക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 11 വർഷമായിട്ട്. ഈ 11 വർഷത്തിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ 1 രൂപയുടെയെങ്കിലും അഴിമതി ആരോപണം വന്നിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തുടർച്ചയായി 11 വർഷം ഒരു സർക്കാർ പൂർത്തിയാക്കുന്നു, അതിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര ദുർവിനിയോഗം, നമ്മുടെ കേരളത്തിലെ ചിറ്റപ്പൻ നടത്തിയതുപോലെ ഉള്ള വേണ്ടപ്പെട്ടവരുടെ ബന്ധു നിയമനങ്ങൾ നടത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാശാസ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെന്നോ എന്നുള്ള ആരോപണങ്ങളൊന്നും കഴിഞ്ഞ 11 വർഷമായി ഈ പ്രധാനമന്ത്രി നയിക്കുന്ന സർക്കാരിലെ ഒരു മന്ത്രിക്ക് നേരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കഴുകന്മാരെ പോലെ മാധ്യമങ്ങൾ വട്ടവിട്ട് പറഞ്ഞിട്ടും കിട്ടിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാതെ ഒരു സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് എത്ര അഭിമാനകരമാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിഷ്കാമ കർമ്മിയെ പോലെ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി ഒരു ദിവസമെങ്കിലും ഒരു പനിച്ച് കിടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? ഒരു ദിവസം പോലും അദ്ദേഹം പനി വന്ന് കിടന്നിട്ടില്ല. എത്രയോ ഒരു ദിവസം 20 മണിക്കൂറൊക്കെ 18-20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നൊരു പ്രധാനമന്ത്രി.
അങ്ങനെ രാജ്യത്തെ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്നത് മാത്രം വ്രതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് രാജ്യം മുഴുവൻ പിന്തുണ അർപ്പിക്കുന്നു എന്ന വിവരമാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. ഉറപ്പായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സമാന്തര മാധ്യമങ്ങൾ എന്ന നിലയിൽ മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ നിർഭയം നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് അതിന് മാനസികമായും ശാരീരികമായും നമുക്ക് ചെയ്യാവുന്ന വോട്ട് കുത്തുക എന്നുള്ളതാണ്. ശാരീരികമായും പിന്തുണ കൊടുക്കുന്ന നിങ്ങൾ ഞങ്ങളെ കൂടി സഹായിക്കണം. നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ തരുന്നതിന് മുമ്പ് അത് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. വളരെ ശ്രദ്ധേയമായ, രസകരമായ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ച്, ദക്ഷിണേന്ത്യയെക്കുറിച്ച്. അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.